CPM സ്ട്രാറ്റജി മുഴുവൻ മാറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാവുകയാണ്. ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗവും നാളെ ചേരാനിരിക്കുന്ന സംസ്ഥാന സമിതി യോഗമൊക്കെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഉണ്ടായ അല്ലെങ്കിൽ മുന്നണിക്കാകെ ഉണ്ടായ പരാജയം അല്ലെങ്കിൽ വോട്ട് പെർസെൻറ്റേജിലെ കുറവ് അതൊക്കെ വിലയിരുത്തും, അല്ലെങ്കിൽ അതിനകത്ത് ചർച്ച നടക്കും എന്നൊക്കെ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി പ്രേക്ഷകർ കേൾക്കണം. നടക്കാൻ പോകുന്നത് CPM കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ചല്ലോ, 2 ടേം തുടർച്ചയായി മത്സരിച്ച ആളുകൾക്ക് ഇനി മത്സരിക്കാൻ അവസരമില്ല. അങ്ങനെ ഏകദേശം അന്ന് ഉണ്ടായിരുന്ന സ്റ്റാർ വാല്യൂ ഉണ്ടായിരുന്ന മന്ത്രിമാർ തോമസ് ഐസക്, ജി സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സര രംഗത്ത് നിന്ന് പുറത്തായി. എന്തിന്? കെ ശൈലജ മത്സരിച്ച് വിജയിച്ചു വന്നപ്പോൾ അവർക്ക് മന്ത്രി പദവി ഇല്ലാതെയായി. 25ഓളം മുതിർന്ന നേതാക്കളെ മാറ്റി, സി രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ആളുകളെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് പുതുമുഖങ്ങളെ പരീക്ഷിച്ചത്. അന്ന് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും, തുടർഭരണത്തിന്റെ എല്ലാ സാധ്യതകളും സർക്കാരിന് ഉണ്ടായിരുന്നു. ഇക്കുറി പിണറായി സർക്കാർ, 2ാം പിണറായി സർക്കാർ ഏറെ നല്ല കാര്യങ്ങൾ, ഏറെ എന്നല്ല എല്ലാ തലത്തിലും വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എങ്കിലും മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരേ തോതിൽ പിണറായിസം, മരുമോനിസം എന്നൊക്കെ പറഞ്ഞ് നിരന്തരം പാർട്ടിയെയും സർക്കാരിനെയും വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് സാധ്യത എത്രത്തോളം, 90% സാധ്യത 2021 ഉണ്ടായിരുന്നുവെങ്കിൽ 2026 50-50, UDF 50% വിജയ സാധ്യതയുണ്ട്, LDFനും 50% വിജയ സാധ്യതയുണ്ട്. ഇനി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കാര്യമെടുത്താൽ അവർക്ക് ത്രിതല പഞ്ചായത്ത് വോട്ട് ഷെയർ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. തിരുവനന്തപുരം മേയർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യം കീഴടക്കി കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ട മണ്ഡലങ്ങളിൽ അവർ നടത്തിയ തേരോട്ടം CPM വളരെ ഗൗരവത്തോടു കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പശ്ചാത്തലം പറഞ്ഞതാണ്. കാരണം ഇക്കുറി തുടർഭരണം, 3ാമത് ഭരണം എന്ന് പറയുന്നത് ഇടതു മുന്നണിയിൽപ്പെട്ട ആളുകൾക്ക് പോലും ഒരു ചോദ്യചിഹ്നമാണ്, തൃശങ്കുവിലാണ് എന്ന് ചുരുക്കമാണ്. അതുകൊണ്ടാണ് സ്ട്രാറ്റജി മാറ്റുന്നത്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആ നയത്തിൽ നിന്ന്, ഏത് നയം? 2 ടേം തുടർച്ചയായി മത്സരിച്ച ആളുകൾ ഇനി മത്സരിക്കേണ്ടതില്ല എന്ന നയം CPM മാറ്റും എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ പ്രഗത്ഭരായ ഒരു പറ്റം യുവ നേതാക്കളും ഇക്കുറി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളുകളും ഇക്കുറി സിറ്റിംഗ് സീറ്റുകളിലും പ്രഗത്ഭരായ ആളുകൾ, ജനങ്ങളുമായി നല്ല തരത്തിൽ സംവേദിക്കുന്ന ആളുകളൊക്കെ വീണ്ടും മത്സര രംഗത്ത് വരും. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് വീണ്ടും ജനവിധി തേടും. അതുപോലെ MV ഗോവിന്ദൻ മാസ്റ്റർ ജനവിധി തേടും. വീണ ജോർജ്, P രാജീവ്, PM മുഹമ്മദ് റിയാസ്, V ശിവൻകുട്ടി, VN വാസവൻ, സജി ചെറിയാൻ, M രാജഗോപാൽ, M വിജിൻ, അതുപോലെ സച്ചിൻ ദേവ്, AN ഷംസീർ, KK ശൈലജ, ഇവരൊക്കെ, KN ബാലഗോപാൽ, ഇവരൊക്കെ വീണ്ടും ജനവിധി തേടും. ജനവിധി തേടുമ്പോൾ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുള്ള ആളുകൾ ഒന്ന് മുകേഷാണ്. കൊല്ലം മണ്ഡലത്തിൽ നിന്ന് 2 തവണ ജയിച്ചു വന്ന മുകേഷിന് ഇനി സീറ്റ് കൊടുക്കുമോ ഇല്ലയോ എന്നത് ഒരു തൃശങ്കുവിൽ ഒരു ചോദ്യചിഹ്നമാണ്. അതേസമയം ഇരവിപുരത്ത് നൗഷാദിന് സീറ്റ് ഉറച്ചു കഴിഞ്ഞു. നൗഷാദ് വഖഫ് ബോർഡിന്റെ അംഗമാണ്. പിന്നെ മാത്രമല്ല, ഇരവിപുരം റെയിൽവേ മേൽപ്പാലം തുറന്നു കഴിഞ്ഞു. പറഞ്ഞ വാക്കുകളൊക്കെ ഏകദേശമൊക്കെ അദ്ദേഹം പാലിച്ചു. നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ധാരാളം കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇരവിപുരം മണ്ഡലത്തിൽ നൗഷാദ് MLA വീണ്ടും ജനവിധി തേടും എന്ന് ഉറപ്പായി. ഞാൻ പറയുന്നത്, സ്ട്രാറ്റജി മാറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണം. നമുക്ക് കൊല്ലം ജില്ലയിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെ ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ, ജില്ലാ പഞ്ചായത്തും മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലും CPMന് മേൽക്കൈ ഉണ്ട് എങ്കിൽ പോലും കോർപ്പറേഷൻ എന്തുകൊണ്ട് നഷ്ടമായി എന്ന് ചോദിച്ചാൽ, കൊല്ലത്തെ കോർപ്പറേഷനിലെ ജനങ്ങളും പാർട്ടിക്കാരും പറയുന്ന ഒരേ ഒരു കാര്യം സിറ്റിംഗ് കൗൺസിലർമാരെ മാറ്റിയിട്ട് പുതുമുഖങ്ങളെ പരീക്ഷിച്ചു. കുറെ സ്ഥലത്ത് പുതുമുഖങ്ങളെ നിർത്തി. CPMന്റെ വിലയിരുത്തൽ അനുസരിച്ച് SDPയും BJPയും ഒക്കെ കോൺഗ്രസുമായി ധാരണയിലെത്തി. അങ്ങനെയാണ് കൊല്ലം നഷ്ടപ്പെട്ടു പോയത് എന്നൊക്കെ കണക്കുകൾ നിരത്താമെങ്കിലും നിലവിലുണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റുകളിലെ ആളുകളെ പലരെയും മാറ്റി പരീക്ഷിച്ചു. അല്ലെങ്കിൽ അവരെ ഇപ്പൊ വനിതാ വാർഡിൽ നിന്ന് ജനറൽ വാർഡാവുകയാണെങ്കിൽ അവിടെ തൊട്ടടുത്ത ജനറൽ വാർഡിൽ നിന്ന് ജയിച്ചിരുന്ന സിറ്റിംഗ് കൗൺസിലറെ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ ജയിച്ചു പോയേനെ. പക്ഷേ അടപടലം ഒരു മാറ്റം CPM കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. അത് നടക്കാതെ പോയി. അതാണ് കൊല്ലം
കോർപ്പറേഷൻ നഷ്ടമാകുന്നതിന് കാരണമായതെന്ന് CPM വിലയിരുത്തുന്നുണ്ട്, ഉള്ളിൽ, പുറമേ പറയുന്നില്ല എങ്കിലും. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിയുന്നുണ്ട്. ആർ ബിന്ദുവിന്റെ കാര്യം ചോദിച്ചതാണ്. പക്ഷേ വിജയരാഘവൻ പാർട്ടിയിൽ വലിയ പദവിയിൽ ഇരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ആർ ബിന്ദുവിന് സീറ്റ് കൊടുക്കും. ജയസാധ്യത എത്രത്തോളമാണെന്ന് ഇനി കണ്ടറിയണം. വീണ ജോർജിന് സീറ്റ് ഉറപ്പാണ്. അതുപോലെ പെർഫോമൻസ് കാണിച്ച ആളുകൾക്കൊക്കെ സീറ്റ് വീണ്ടും ലഭിക്കും എന്ന ഒരു ധാരണയിലേക്ക് CPM പോകുന്നുണ്ട്. അതിന് CPM ചെയ്യുന്നത് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, MLA-മാരുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കും. ഇവരെന്തൊക്കെ ചെയ്തു, സർക്കാർ ഫണ്ട് എങ്ങനെയൊക്കെ വിനിയോഗിച്ചു, ജനങ്ങളുമായി ഇവർക്കുള്ള ബന്ധം എന്താണ്, വിജയസാധ്യത ഉണ്ടോ, നിയമസഭയിൽ മത്സരിച്ചാൽ വീണ്ടും ജയിക്കാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെ തുടങ്ങി ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് സംസ്ഥാന സമിതി തയ്യാറാക്കും, അവലോകനം നടത്തും. അതിനുശേഷമാകും ഇവർക്ക് വീണ്ടും സീറ്റ് കൊടുക്കണമോ വേണ്ടയോ എന്ന ധാരണയിൽ പാർട്ടി എത്തിച്ചേരുക.